കൊല്ലം പുനലൂരിൽ അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 16.5 ലക്ഷം രൂപയുമായി ഒരാൾ പിടിയിലായി. മധുരൈ സ്വദേശി നവനീത് കൃഷ്ണയാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. രാവിലെ ചെന്നൈയിൽ നിന്ന് വരുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് പുനലൂരിൽ വെച്ച് നവനീത് കൃഷ്ണ പിടിയിലായത്. ഇയാളുടെ പക്കൽ 16,56,000 രൂപയുണ്ടായിരുന്നു. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നതായിരുന്നു തുക. തമിഴ്നാട് മധുരൈ സ്വദേശിയാണ് പിടിയിലായ നവനീത് കൃഷ്ണ. കൊണ്ടുവന്ന പണത്തിന് ഉറവിടമോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. റെയിൽവേ പോലീസും RPF ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇയാളെ സ്റ്റേഷനിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തു. നവനീതിന്റെ മറ്റു ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും വരുന്നതായുള്ള വിവരം സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസിൽ പരിശോധന നടത്തിയപ്പോൾ അതിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരാൾ ഒരു അസ്വാഭാവികമായ രീതിയിൽ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ പുനലൂർ വെച്ച് അദ്ദേഹത്തെ പരിശോധിച്ചതിൽ അദ്ദേഹത്തിന്റെ ഒരു തുണി കൊണ്ട് നിർമ്മിച്ച ബെൽറ്റിൽ ഉള്ളിലായി 16.5 ലക്ഷം രൂപ 500 രൂപയുടെ കറൻസി നോട്ടുകൾ കൊണ്ടുവന്നതായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഇവിടെ പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴത്തേന് അത് ഇന്ത്യൻ കറൻസി ആണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വേനൽ അവധിക്കാലമായതിനാൽ ട്രെയിനിൽ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം RPF ചേർന്ന് സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തി വരികയാണ് റെയിൽവേ പോലീസ്. ജനം, കൊല്ലം.